നമസ്കാരം. യൂറോപ്യൻ രാജ്യങ്ങൾ പൊതുവെ മറ്റുള്ളവരോട് സഹിഷ്ണുതയും സ്നേഹവും കരുണയും കാട്ടുന്നവരാണ്. അവിടെയാണ് മനുഷ്യാവകാശ നിയമങ്ങൾ ഏറെയുള്ളത്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സായിപ്പെന്നും മദാമയെന്നുമൊക്കെ വിളിച്ച് നമ്മൾ പരിഹസിക്കുന്ന ഈ വെള്ളക്കാർ, അവർ പൊതുവെ അവരുടെ ഉള്ളിൽ വ്യത്യസ്തമായ ചിന്തയുണ്ടെങ്കിൽ പോലും അവർ മറ്റുള്ളവരെ, പ്രത്യേകിച്ച് ഇതര രാജ്യക്കാരെ ചേർത്ത് പിടിക്കാനും ദുർബലരെ സഹായിക്കാനും മനസ്സുള്ളവരാണ്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അതിനോട് യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് WHO സഹായം പോലും ട്രംപ് ഒഴിവാക്കുന്നത്. കുടിയേറ്റക്കാരെ കയ്യിലും കാലിലും വിലങ്ങ് വെച്ച് സൈനിക വിമാനത്തിൽ നാട് കടത്തുന്നത്. ഇത് പക്ഷേ ഒരു പാശ്ചാത്യ ലോകത്തിൻ്റെ സംസ്കാരത്തിൽ പെടുന്നതല്ല. ട്രംപിൻ്റെ നയവും രീതികളുമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന വെള്ളക്കാരുടെ എണ്ണം പെരുകി വരുന്നു. പണ്ട് സാധാരണ വെള്ളക്കാർ പോലും വലിയ ഊഷ്മളമായ സ്വീകരണമാണ് മറ്റു പൗരന്മാർക്ക് കൊടുത്തിരുന്നത്. നിയമപരമായി കുടിയേറ്റക്കാരായി എത്തണമെന്നില്ല. അഭയാർത്ഥികളായി നിയമവിരുദ്ധമായി എത്തിയാൽ പോലും അവർ വലിയ സ്വീകരണവും സ്നേഹവും കൊടുത്തിരുന്നു. എന്നാൽ അവർക്ക് പണി കിട്ടി തുടങ്ങി. ഇങ്ങനെ അഭയാർത്ഥികളായി എത്തിയവർ, നിയമവിരുദ്ധമായി എത്തിയവർ നാട്ടിലെ സകല ക്രിമിനൽ കുറ്റങ്ങളുടെയും ഉത്തരവാദികളാകുന്നു. സാധാരണ മനുഷ്യരെ കുത്തിക്കൊന്ന് അവർ അവരുടെ സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. മൗലികാവകാശങ്ങളും പൗരാവകാശങ്ങളും പറഞ്ഞുകൊണ്ട് അവരുടെ സംസ്കാരത്തെ അട്ടിമറിക്കുന്നു. ഇത്തരക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ പൊതുഖജനാവിലെ പണം ദൂർത്തടിക്കേണ്ടി വരുന്നു തുടങ്ങിയ വിഷയങ്ങൾ പതിയെ പതിയെ ഇവരെ കുടിയേറ്റ വിരുദ്ധരാക്കി മാറ്റി. അതിൻ്റെ പ്രതിഫലനമാണ് ട്രംപിൻ്റെ വിജയം. അതിൻ്റെ പ്രതിഫലനമാണ് ജർമ്മനിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ AfD മാറിയത്. അതിൻ്റെ പ്രതിഫലനമാണ് ഹോളണ്ടിലും ഇറ്റലിയിലുമൊക്കെ തീവ്ര വലത് രാഷ്ട്രീയ പാർട്ടികൾ അധികാരം പിടിച്ചത്. അതിൻ്റെ പ്രതിഫലനമാണ് ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി. ഭീകരവാദികളെ പോലും ചേർത്ത് പിടിച്ച് മനുഷ്യത്വവും മനുഷ്യാവകാശവും പ്രസംഗിക്കുന്നതിന് ഇവർ ചോദിച്ചു വാങ്ങിയ പണികളുടെ 2-3 ഉദാഹരണങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിച്ചു. അതേക്കുറിച്ച് വിശദീകരിക്കാനാണ് ഈ വാർത്ത. നമുക്ക് ആദ്യം പാരീസിലേക്ക് പോവാം. ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിലേക്ക്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടയിൽ പാരീസിൽ ഒരുപാട് ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനേകം നിരപരാധികളുടെ ജീവൻ പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഒരാൾ കത്തിയെടുത്തുകൊണ്ട് നിരപരാധികളെ കൊന്നുകളഞ്ഞിരുന്നു. ഇവരൊക്കെ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചാണ് ഈ ഭീകരാക്രമണം നടത്തുന്നത് എന്നത് ഖേദകരമാണ്. ഈ പാരീസിലെ ഈ തീവ്ര ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരു തിയേറ്റർ സംവിധാനം, പാരീസിലെ ഏറ്റവും പാരമ്പര്യമുള്ള ഏറ്റവും പുരാതനമായ ഒരു ആർട്ട് സെന്ററാണ്. ഗെയ്റ്റ് ലിറിക് എന്നാണ് ഇതിന്റെ പേര്. ഈ ഗെയ്റ്റ് ലിറിക് ഒരു കാര്യം ചെയ്തു. അഭയാർത്ഥികളാകുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്ത് കള്ളബോട്ടിലൊക്കെ കയറി അവിടെ എത്തപ്പെട്ടിരിക്കുന്ന 200 പേർക്ക് സൗജന്യമായി തിയേറ്ററിൽ ഒരു പെർഫോമൻസ് ഷോയ്ക്ക് ടിക്കറ്റ് കൊടുത്തു. അവർക്കൊക്കെ സ്വാഗതമോദി ഫ്രാൻസ് അഭയാർത്ഥികളെ സ്വീകരിക്കുന്നു, ഞങ്ങളിതാ മഹത്തായ ഫ്രഞ്ച് പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞ് 200 പേർക്ക് അവിടെ ഒരു തിയേറ്റർ പെർഫോമൻസിൽ ഫ്രീ ടിക്കറ്റ് കൊടുത്തു. ഈ ഷോ കഴിഞ്ഞിട്ട് ഇവരാരും പുറത്തു പോയില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 3 മാസമായി ഇവർ അവിടെ താമസിക്കുകയാണ്. 3 മാസമായി. ഇത് മാത്രമല്ല, അവരുടെ ബന്ധുക്കളും പരിചയക്കാരും സുഹൃത്തുക്കളും ഒക്കെ പതിയെ പതിയെ അവിടേക്ക് വന്ന് ചേർന്നു. ഏതാണ്ട് 450-ലധികം പേർ ഇപ്പോൾ അവിടെ താമസിക്കുന്നു. ഫ്രഞ്ചിന്റെ ഈ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് അവർക്ക് താമസിക്കാൻ ബെഡും കഴിക്കാൻ ഭക്ഷണവും കൊടുക്കേണ്ട സാഹചര്യമുണ്ടായി. ഇവർ മിക്കവരും അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും തന്നെ പ്രായപൂർത്തിയായവരാണ്. എന്നാൽ പ്രായപൂർത്തിയാകാത്തവർക്ക് പ്രത്യേക അവകാശങ്ങളുള്ളത് കൊണ്ട് അവർ പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞവിടെ താമസിക്കുകയാണ്. പ്രായപരിശോധനയെങ്കിലും നടത്തണം എന്ന് തിയേറ്റർ ഉടമകൾ ആവശ്യപ്പെട്ടു. പക്ഷേ അത് മനുഷ്യാവകാശ ലംഘനമായതുകൊണ്ട് നിരസിക്കപ്പെട്ടു. തിയേറ്റർ പെർഫോമൻസ് പൂർണ്ണമായും ഇല്ലാതായി. ഈ അഭയാർത്ഥികളെ തീറ്റിപ്പോറ്റേണ്ട ബാധ്യതയും തിയേറ്റർ ഉടമകൾക്ക് വന്നു. അങ്ങനെ ആ കമ്പനി പാപ്പരായിരിക്കുന്നു. അവരത് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. മറ്റൊരു നിവൃത്തിയുമില്ല. ആ പെർഫോമൻസ് എല്ലാം ഇല്ലാതായി. ഇവർ തീറ്റിപ്പോറ്റേണ്ടി വന്നതോടെ ആ കമ്പനി പാപ്പരായി. ആ പ്രസ്ഥാനം തകർന്നുപോയി. അവരിപ്പോഴും അവിടെ താമസിക്കുകയാണ്. മൗലികാവകാശം മുറുകെ പിടിച്ചുകൊണ്ട് സർക്കാർ അവർക്ക് ചെലവിന് കൊടുക്കണം. ഇത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതാണ് ഈ സായിപ്പന്മാർക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പണിയുടെ തിക്താനുഭവം. 2 സംഭവങ്ങൾ കൂടി പറയാം. രണ്ടും ബ്രിട്ടനിൽ സംഭവിച്ചതാണ്. ബ്രിട്ടനിൽ ഇപ്പോൾ ലേബർ സർക്കാരാണ് ഭരിക്കുന്നത്. ലേബർ ഒരു ലെഫ്റ്റിസ്റ്റ് പാർട്ടിയാണ്. നമുക്കറിയാം, അമേരിക്കയിലെ ഡെമോക്രാറ്റുകളെ പോലെ ലെഫ്റ്റിസ്റ്റ് പാർട്ടിയാണ്. ലേബർ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം അഭയാർത്ഥികളോട് പ്രത്യേകമായ പരിഗണന കൊടുക്കുന്നു. എന്നാൽ ഇവർ അധികാരത്തിന് പുറത്തു പോകുന്നതിന് മുൻപ് ഭരിച്ചിരുന്ന ഋഷി സുനകിന്റെ കൺസർവേറ്റീവ് പാർട്ടി കുടിയേറ്റ നിയന്ത്രണത്തിന് കുറേ വഴികൾ തേടിയിരുന്നു. അതിലൊന്ന്, അഭയാർത്ഥികളായി എത്തുന്ന ബ്രിട്ടനിലേക്ക് എത്തുന്ന ഭൂരിപക്ഷം പേരും കള്ളബോട്ട് കയറി എത്തുന്നവരാണ്. പല വഴികളിൽ സഞ്ചരിച്ച് അവർ ഫ്രാൻസിലെത്തും. ഫ്രാൻസിലെ ഒരു ദ്വീപിൽ നിന്നും
ഇവർ കള്ളബോട്ട് കയറി എത്തുകയാണ്. ഇവരുടെ സമുദ്രാതിർത്തി പ്രദേശത്തെത്തിയാൽ പിന്നെ ബ്രിട്ടൻ സംരക്ഷണം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ദിവസവും നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത്. ഇങ്ങനെ എത്തുന്നവരെ റുവാണ്ടയിൽ കൊണ്ട് താമസിപ്പിക്കാം എന്നൊരു പദ്ധതി ഇട്ടിരുന്നു. എന്നിട്ട് അവരുടെ കേസ് കൈകാര്യം ചെയ്ത് അവർക്ക് അഭയം കൊടുക്കാമെങ്കിൽ ബ്രിട്ടനിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ തിരിച്ചയക്കാം എന്നതാണ്. അന്ന് പ്രതിപക്ഷമായിരുന്ന ലേബർ പാർട്ടി എതിർത്തു. പിന്നീട് ബ്രിട്ടീഷ് സുപ്രീം കോടതി അത് ശരിയല്ലെന്ന് പറഞ്ഞു. ലേബർ സർക്കാർ അധികാരത്തിൽ വന്നതോടെ സുപ്രീം കോടതിയുടെ നിർദ്ദേശം കൂടിയുള്ളതോടെ അപ്പോൾ തന്നെ അവർ സ്ക്രാപ്പ് ചെയ്ത്, അങ്ങനെ പദ്ധതിയില്ല. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഏറ്റവും പുതിയ കണക്ക് പുറത്തു വന്നപ്പോൾ ബ്രിട്ടന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം അഭയാർത്ഥികൾ എത്തിയിരിക്കുന്ന വർഷമായി 2024 മാറി. 1,08,138 പേരാണ് ഇങ്ങനെ അഭയാർത്ഥികളായി ബ്രിട്ടനിൽ കഴിഞ്ഞ വർഷം മാത്രം എത്തിയിരിക്കുന്നത്. 1971 മുതലാണ് ഈ കണക്കെടുപ്പ് തുടങ്ങിയത്. അതിനുശേഷം ഏറ്റവും അധികം അഭയാർത്ഥികൾ എത്തിയ വർഷമാണ് 2024. ഇതിൽ 32% പേർ മാത്രമാണ് ഈ കള്ളബോട്ട് കയറി വന്നവർ. 32% മാത്രം. ഏതാണ്ട് 70% പേരും അല്ലാതെ എത്തിയവരാണ്. അപ്പോൾ അതിന്റെ കണക്കൊന്നുമില്ല. ഇവർ റിപ്പോർട്ട് പൂർണ്ണമായും വന്നിട്ടില്ലെന്ന് ഓർക്കണം. 1,08,000. അതേസമയം ബ്രിട്ടൻ ഈ കുടിയേറ്റം നിയന്ത്രിക്കാനാണ് എന്ന് പറഞ്ഞ് നിയമം കർശനമാക്കി. കഴിഞ്ഞ 5 വർഷം ബ്രിട്ടൻ ഇങ്ങനെയാണ്. ഇടയ്ക്കിടെ അതിൻ്റെ വാതിലങ്ങ് തുറന്നിടും, അർഹതയുള്ളവരും ഇല്ലാത്തവരുമായി കടന്നുകൂടും. ചിലപ്പോൾ വാതിൽ അടയ്ക്കും, അർഹതയുള്ളവർക്ക് പോലും കടന്നു വരാൻ കഴിയാതെ. ഇപ്പോൾ വാതിൽ അടച്ചിരിക്കുന്ന സമയമാണ്. വാതിൽ തുറന്നിടുമ്പോൾ നമ്മുടെ നാട്ടിൽ 10ാം ക്ലാസ്സും ഗുസ്തിയായി കിടന്നവർ പോലും ബ്രിട്ടനിൽ ഈ കഴിഞ്ഞ 5-6 വർഷത്തിനിടയിൽ വിസ എടുത്ത് ഔദ്യോഗികമായി പോയിട്ടുണ്ട്. കയറാറായി ആർക്കും കയറാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് പലരെയും കണ്ടു. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവർ പോലും അവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ മിക്കവരും രക്ഷപ്പെട്ടു. അത് മാത്രമല്ല, സ്റ്റുഡൻറ് വിസയിലെത്തിയ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ സ്റ്റുഡൻറ് വിസയിലെത്തി. അവരിൽ പലരും ഈ കയർ വിസയിലേക്ക് സ്വിച്ച് ചെയ്ത് രക്ഷപ്പെട്ടു. പക്ഷേ കഴിഞ്ഞ 2 വർഷമായി കടുത്ത നിയന്ത്രണമായിരുന്നു. ഇപ്പോൾ പൂർണ്ണ നിയന്ത്രണമാണ്. യോഗ്യതയുള്ളവർ, അതായത് IELTS OET പാസ്സായ നേഴ്സുമാർക്ക് ബ്രിട്ടനിൽ എപ്പോഴും അവസരമുണ്ടായിരുന്നു. പക്ഷെ അവർക്കും പോകാൻ കഴിയാത്ത സാഹചര്യമായി. എനിക്ക് പരിചയമുള്ള IELTS OET പാസ്സായി ബ്രിട്ടനിൽ ജോലി ചെയ്യാൻ യോഗ്യത നേടിയ പലരും അവിടെ തൊഴിലില്ലാതെ പോകുന്ന അവസ്ഥയുണ്ട്. എന്തിനേറെ അവിടെ ഡോക്ടറായി പരിശീലനം പൂർത്തിയാക്കിയ ഇംഗ്ലീഷുകാർ, GP മാർ, ഇന്ന് ഞാൻ കണ്ടൊരു വാർത്തയാണ്, GP മാർ യൂബർ ഓടിച്ച് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കാരണം തലതിരിഞ്ഞ നിയമപരിഷ്കാരമാണ്. ഇപ്പോൾ ആർക്കും ചെല്ലാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. വലിയ തോതിൽ ഏതാണ്ട് 81% 2023 2024 ഈ നിയമപരമായ കുടിയേറ്റം കുറഞ്ഞത്. എന്നിട്ടും ഏതാണ്ട് 27,000 വർക്ക് പെർമിറ്റ് അവർക്ക് കൊടുത്തു ഈ വർഷവും എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഈ അനധികൃത കുടിയേറ്റക്കാരിൽ ഏറിയ പങ്കും, നിയമവിരുദ്ധമായി അവിടെ എത്തുന്ന ഏറിയ പങ്കും, ഏതാണ്ട് 10%, 10,542 പേർ പാകിസ്ഥാനികളാണ്. രണ്ടാമതുള്ള അഫ്ഗാനിസ്ഥാനികളാണ് 8,508 പേര്. മൂന്നാമത് വിയറ്റ്നാമീസ്, കമ്മ്യൂണിസ്റ്റ് വിയറ്റ്നാമിൽ 5,259 പേര്. ഇത്രയും പേരാണ്. ഇങ്ങനെ അനധികൃതമായി എത്തുന്നവരെ സർക്കാർ ചെലവിൽ പാർപ്പിക്കണം. മിക്കവർക്കും വീട് കൊടുത്തിട്ട് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വീടില്ലാത്തത് കൊണ്ട് സർക്കാർ ചെലവിൽ പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ താമസിക്കുന്നവരുടെ എണ്ണം 38,079 പേരാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കണം, താമസിക്കാൻ സൗകര്യം കൊടുക്കണം, ഇതൊക്കെ ചെയ്ത് താമസിപ്പിക്കുകയാണ്. ഇവരുടെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ ഇവർ ശ്വാസം മുട്ടിക്കുകയാണ്. സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. നിയമപരമായി എത്തുന്നവർ പ്രതിസന്ധിയിലാകുന്നു. അപ്പോഴാണ് നിയമവിരുദ്ധമായി എത്തുന്നവരെ ചേർത്ത് പിടിക്കേണ്ടി വരുന്ന നിയമങ്ങൾ അവിടെയുള്ളത്. ഇതിനെയാണ് ട്രംപ് തകർക്കാൻ ശ്രമിക്കുന്നത്. ഇത് വലിയ ഒരു പാരയായി ബ്രിട്ടൻ മാറിയിരിക്കുന്നു. ഇത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. മൂന്നാമത്തെ കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. BBC സാധാരണ മനുഷ്യരിൽ നിന്നും ഫീസ് വാങ്ങി മുമ്പോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. BBCക്ക് ഒരു TV ലൈസൻസ് എന്ന് പറയുന്ന സമ്പ്രദായം ബ്രിട്ടനിലുണ്ട്. നമ്മുടെ നാട്ടിനെ പോലല്ല. എല്ലാവരും എന്തെങ്കിലും തരത്തിൽ TV വാങ്ങിയാൽ, എന്തിനേറെ ലൈവ് സംപ്രേഷണം ചെയ്യുന്ന മൊബൈൽ ആപ്പ് ഉണ്ടെങ്കിൽ പോലും TV ലൈസൻസ് എടുക്കണം. 169.5 പൗണ്ടാണ്. അതായത് ഏതാണ്ട് 20,000 രൂപയാണ് ഒരു വർഷത്തേക്ക് TV ലൈസൻസായി ആളുകൾ കൊടുക്കുന്നത്. ഈ TV ലൈസൻസ് ഫീസ് മുഴുവൻ BBCക്കുള്ളതാണ്. ഈ BBC ഇന്നൊരു മാപ്പ് പറച്ചിലുമായി രംഗത്ത് വന്നിട്ടുണ്ട്. BBC ഗാസയെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്തു. ഗാസ ഹൗ ടു സർവൈവ് ഇൻ എ വാർ സോൺ എന്നായിരുന്നു ഡോക്യുമെന്ററിയുടെ പേര്. ഇതിനു വേണ്ടി ചെലവഴിച്ചത് 4 ലക്ഷം പൗണ്ടാണ്. ഇതിന്റെ നറേഷൻ ഇത് അവതരിപ്പിച്ചത് അബ്ദുള്ള അൽ യസൂരി എന്ന് പറയുന്ന ഒരു ബാലനായിരുന്നു. ഈ അബ്ദുള്ള അൽ യസൂരിക്ക് BBC അതിന് പ്രതിഫലം കൊടുത്തു. ആ ബാലൻ ഐമാൻ അൽ അസൂരി എന്ന ഹമാസ് നേതാവിന്റെ മകനാണ്. അതായത് ബ്രിട്ടനിലെ ജനങ്ങളുടെ നികുതി പണം ഹമാസ് ഭീകരവാദികൾക്ക് കൊടുത്ത് അവർക്ക് സിമ്പതി ഉണ്ടാക്കുന്ന ഈ പ്രൊപ്പഗണ്ട ഡോക്യുമെന്ററി BBC കാണിച്ചു എന്നർത്ഥം. വാസ്തവത്തിൽ ഈ ഹമാസ് പലപ്പോഴും പിടിച്ചു നിൽക്കുന്ന ഈ പ്രൊപ്പഗണ്ട കൊണ്ട്, അത് കണ്ടിട്ടാണ് ഇവിടുത്തെ പിണറായി വിജയൻ ഈ പ്രൊപ്പഗണ്ട നടത്തുന്നത്. പ്രൊപ്പഗണ്ട രാഷ്ട്രീയം അത് ഹമാസിൻ്റെതാണ്. ഒരു തടവുകാരനെ കൊണ്ട് ഒരു ഭീകരനെ ഉമ്മ കൊടുപ്പിക്കുക, എന്നിട്ട് ആ പറയുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് ഇതാ ഈ തടവുകാർക്ക് വിട്ടുപോകുമ്പോൾ സ്നേഹം സഹിക്കാനാവാതെ ഭീകരരെ ഉമ്മ വെക്കുന്നു എന്ന് പറഞ്ഞ വാർത്തയുണ്ടാക്കി. ഇത് ഹമാസിൻ്റെ ഒരു പ്രൊപ്പഗണ്ട സംവിധാനമാണ്. അത് പിണറായി വിജയൻ അങ്ങനെ തന്നെയാണ്. ഇവിടെ ഒന്നുമില്ലാതെ തന്നെ
വ്യവസായ വികസനം, വ്യവസായ വിപ്ലവം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഹമാസിനെ ബ്രിട്ടനിലെ നികുതി പണത്തിൽ നിന്ന് ഏതാണ്ട് 4 കോടി രൂപയോളം മുടക്കി അവർ ഒരു പ്രൊപ്പഗണ്ട പ്രോഗ്രാം ചെയ്തു എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. വിവാദമായതോടെ ആളുകൾ BBC മുമ്പിലേക്ക് മാർച്ച് നടത്തി. BBC മാപ്പ് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ സ്വയം പണി ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെള്ളക്കാർ. സങ്കടം, കഷ്ടം, നിരാശാജനകം എന്നല്ലാതെ എന്ത് പറയാൻ.